നിലത്ത പത്മനാഭനൊരു അന്തസ്സുണ്ട്. അത് നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. അവളെ ഏത് മറ്റവനോട് ഒളിച്ചോടിയാലും ശരി, നാലാളറിഞ്ഞ് നാണം കെടും മുമ്പ് അവളിവിടെ എത്തിയിരിക്കണം. ഒന്ന് വേഗം ആ മേഴയും പോലെ നിന്റെ കാര്യങ്ങള് വാ. സൗഭാഗ്യേ, പാറുവിന്റെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ? അത് അല്ല, കുറച്ചു മുമ്പ് വന്ന് ചോദിച്ചപ്പോഴും അവൾ ഒരുങ്ങാണെന്നല്ലേ പറഞ്ഞത്? എത്ര സമയം വേണം അവൾക്ക് ഒരുങ്ങാൻ? ഇപ്പൊ വരും. എപ്പ വരാനാ? നീ വാ, നമുക്ക് അവിടെ റൂമിലേക്ക് പോവാം. അത് നീ എന്തിനാ നിന്ന് താളം ചവിട്ടുന്നേ? വന്നേ. അവളിവിടെ ഇല്ല. അല്ല, അവളോടെ പോയി? ബ്യൂട്ടി പാർലറിൽ. ഇത് നീ നേരത്തെ പറഞ്ഞില്ലല്ലോ. അത് പിന്നെ അല്ലെങ്കിൽ തന്നെ ബ്യൂട്ടി പാർലറിൽ പോകേണ്ട ആവശ്യം എന്താ? ഉള്ള സൗന്ദര്യമൊക്കെ പോരെ. ഇനി അവിടുന്ന് ചുട്ടിയും കുത്തിയിട്ട് എപ്പ വരാനാ? അവളിപ്പോ ഇങ്ങ് വരും. വണ്ടി വിട്ട് ഞാൻ ഇപ്പൊ തന്നെ വിളിപ്പിക്കാം. ലളിതാമ്മച്ചല്ലേ? ദേ, സ്വീകരണത്തിന് സമയമായി വരുന്നു. ഓ, അതിനു മുമ്പ് അവളിങ്ങ് എത്തിക്കോളും. ആ ആ, നീ വന്നേ. ഇങ്ങനെ വിഷമിക്കല്ലേ. കാത്തു നിന്നത് വെറുതെ ആയല്ലോ കുട്ടി. അയാൾ ഇനിയും വന്നില്ലല്ലോ. മുഹൂർത്തത്തിന്റെ സമയം കഴിഞ്ഞു. ഇന്നിനി ഈ വിവാഹം നടക്കില്ല. ഞാൻ ഇറങ്ങുകയാണ്. എന്തായാലും അയാൾക്ക് എന്താ സംഭവിച്ചതെന്ന് ഒന്ന് അന്വേഷിക്കുക. നേരം കളയണ്ട, ഇപ്പൊ തന്നെ പുറപ്പെട്ടോളൂ. വെറുതെ വെളുപ്പിന് വന്ന് കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടത്തി. എവിടെ പോയി? അത് ആരോട് ചോദിച്ചിട്ട് അവള് ബ്യൂട്ടി പാർലറിലേക്ക് പോയെന്ന്? ഇവിടെ ഞാനൊരുത്തനുള്ളപ്പോ എന്നോട് ചോദിക്കാതെ അവളെന്തിനാ ബ്യൂട്ടി പാർലറിലേക്ക് അയച്ചത്? എന്താടി, എന്താ പറ്റിയേ? ചോദിച്ചത് കേട്ടില്ലേ? എന്താ പറ്റിയതെന്ന്? നിനക്കെന്താ നാവില്ലേ? ചോദിച്ചതിന് മറുപടി പറ. അവള് പോയി. എവിടെ പോയി? എവിടെ പോയെന്ന്? അവളപ്പോ ബ്യൂട്ടി പാർലറിൽ പോയതല്ലേ? അല്ല. പിന്നെ? അറിയില്ല. നീ എന്തൊക്കെ ഈ പറയുന്നേ? അവള് റെഡിയായോന്ന് നോക്കാൻ ഞാൻ മുറിയിലേക്ക് ചെന്നപ്പോ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടുന്ന് കിട്ടിയതാ ഈ എഴുത്ത്.
അമ്മേ, താല്പര്യമില്ലാത്ത ഈ വിവാഹത്തിന് നിന്ന് തരാൻ എനിക്കാവില്ല. ജീവന് തുല്യം എന്നെ സ്നേഹിക്കുന്ന ഒരാൾക്കൊപ്പം ഞാൻ പോവുകയാണ്. അയാൾ എന്നെ സംരക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങളെ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കും. ഞങ്ങളെ അനുഗ്രഹിക്കണം. ആരാടി അവൻ? ആരുടെ കൂടെ അവൾ ഒളിച്ചോടിയത്? പറയ്, പറയാൻ. എനിക്കറിയില്ല. ഈ കത്ത് കണ്ടപ്പോഴാ അവൾക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ അറിയുന്നത്. കള്ള, മകളെ രക്ഷിക്കാൻ വേണ്ടി നീ കള്ള പറയുന്നത്? സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. നിനക്കെല്ലാം അറിയാം. എടി, നീ നിന്റെ മോളെ കൂടെ എന്നെ വിഡ്ഢിയാക്കിയാണോ? ഒരിക്കലും അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. നിന്റെ വിശദീകരണമൊന്നും എനിക്ക് വേണ്ട. എനിക്കെല്ലാം മനസ്സിലായി. അവൾക്ക് ഒളിച്ചോടാണല്ലോ ഒത്താശ ചെയ്തു കൊടുത്തത് നീയല്ലേ? എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ എന്റെ മുന്നിൽ നാടകം കളിക്കുന്ന ഇത് നീയും അവളും തമ്മിലുള്ള ഒത്തുകളി തന്നെയാ. ഒത്തുകളി. എന്റെ കരുനീലിക്കാവലമ്മേ, ഞാൻ എങ്ങനെയാ പറഞ്ഞെന്ന് പടനിലത്ത പത്മനാഭനൊരു അന്തസ്സുണ്ട്. അത് നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. അവളെ ഏത് മറ്റവനോട് ഒളിച്ചോടിയാലും ശരി, നാലാളറിഞ്ഞ് നാണം കെടു മുമ്പ് അവൾ ഇവിടെ എത്തിയിരിക്കണം. വിളിച്ചിട്ട് അവളോട് തിരിച്ചു വരാൻ പറയും. മുഹൂർത്തത്തിന് മുമ്പ് അവളിവിടെ ഉണ്ടാവണം. ഇല്ലെങ്കിലേ നിന്റെ ശവം ഇവിടെ വീഴും. വിളിക്കണേ.